സമസ്ത സൃഷ്ടികൾക്കും ഇടയിലുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? മറ്റുള്ള ജീവജാലങ്ങളുമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. മൃഗങ്ങൾക്കും മനുഷ്യനും അള്ളാഹു നൽകിയിരിക്കുന്ന കൈയുണ്ട്, കാലുണ്ട്, വയറുണ്ട്, തലയുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലേ? ഇല്ലേ? പശു, പോത്തിനില്ലേ? എല്ലാം ഉണ്ട്. പോത്തിനില്ലാത്ത എന്താ ഉള്ളത്? നമുക്കുള്ള ബുദ്ധി, അല്ലേ? നമുക്ക് ചെവി കേൾക്കും, പോത്തിന് കേൾക്കൂലേ? എന്തുകൊണ്ട് കേൾക്കൂലേ? അള്ളാഹു രണ്ട് കാര്യങ്ങൾ തന്നെ. ഒന്ന്, ചിന്തിക്കാനുള്ള ബുദ്ധി. രണ്ട്, ഏത് പോത്താ സംസാരിക്കണേ? തത്തമ്മ സംസാരിക്കുമ്പോഴത്തേക്കില്ലേ, ഇവിടെ മറ്റേ കാക്കയുടെ വീട്ടിലാന്ന് തോന്നുന്നു. ചില തത്തമ്മയൊക്കെ വിളിക്കണ വിളി കേട്ടാ ഓടിപ്പോവും. പഠിച്ചവനെ, എന്താ വിളിയെന്നറിയോ? നമ്മുടെ വീടിനടുത്തൊരു ചായക്കടയുണ്ട്. അവിടെ ഒരു കിറുങ്ങണത്തി എന്ന് പറഞ്ഞൊരു കറിയുണ്ട്, അല്ലേ? മൈന, അല്ലേ? അപ്പോ ചായ കുടിക്കാൻ വരുമ്പോ അവിടെ നിന്ന് ഓരോ ആൾക്കാർ ഓരോ ഭാഷ പറയും. അവസാനം പിന്നെ റോഡേ പോകുന്നവനെ അതാ വിളിക്കുന്നത്. എന്താ എന്നത്തെ വിളിക്കും. ഒരു പൂച്ച പിടിച്ചു, പാവം, എന്റെ വീതിയിൽ പോയി. അല്ല മനപ്പ നമ്മള് ചിന്തിക്കണം. എന്റെ റഫീഖ് ഉസ്താന്റെ വീട്ടിൽ തന്നെ, എന്റെ പെങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു തത്തയുണ്ട്. ഇങ്ങനെ ഹാലിളകുമ്പോഴത്തേക്ക് വിളിക്കണ കേട്ടാ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എന്റെ സ്വന്തം സഹോദരിയെ തന്നെ അത് വിളിക്കുന്നല്ല പേര്. അല്ലാഹു അഅലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നൽകിയൊരു അനുഗ്രഹമല്ലേ സംസാരിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി കാണുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മഹത്തായ അനുഗ്രഹം ശരിയായ രീതിയിൽ നീ ഉപയോഗിച്ചാൽ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന സംസാരം എന്ന് പറയുന്ന ഈ ഒരു അനുഗ്രഹമുണ്ടല്ലോ, ഇത് നീ നല്ല രീതിയിൽ ഉപകരിച്ചാൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നേരെ തിരിച്ച് അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തെ നീ മോശമായ രീതിയിൽ വിനിയോഗിച്ചാൽ ഖസ്റ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും പോകും, നിന്റെ ആഖിറവും പോകും. എന്തിനാ സഹോദരാ? എടാ, നാവ് നേരെയല്ലെങ്കിൽ പടച്ചവനെ സർവ്വതും പോയില്ലേ. ദുനിയാവിലും നാണക്കേട്, ദുനിയാവിലും ജനങ്ങൾ വെറുക്കുന്നു, ഒരു മനുഷ്യനും വിശ്വസിക്കാത്തവനാകുന്നു, കുടുംബത്തില് വിലയില്ലാത്തവനാകുന്നു, സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവനാകുന്നു. അവൻ ദുനിയാവും പോയി. അല്ലാഹുവേ, മരണത്തിന് ശേഷമുള്ള ജീവിതമോ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തന്ന സംസാരം എന്ന് പറയുന്ന അനുഗ്രഹമുണ്ടല്ലോ, അത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുന്ന സംസാരമാക്കി മാറ്റാൻ കഴിയണം. അല്ലാതെ രണ്ടും നഷ്ടപ്പെടുത്തി കളയുന്നതാക്കരുത്. റസൂലുള്ളാഹി പറയുകയാ, കുല്ലു കലിമത്തിൻ ത്വയ്യിബത്തിൻ സദഖ. ഇതുപോലെ പഠിപ്പിച്ച ഒരു മതം ലോകത്തില്ല. ഇതുപോലെ പഠിപ്പിച്ച ഒരു മതം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലില്ല. ഇത് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, കുല്ലു കലിമത്തിൻ ത്വയ്യിബത്തിൻ സദഖ. ആരോടാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയുമോ? പടച്ചവനെ, തിന്നാ ഭക്ഷണമില്ലാതെ ഒട്ടിയ വയറുമായ വയറിൽ കല്ല് വെച്ച് കെട്ടി നടക്കുന്ന പാവപ്പെട്ട സ്വഹാബത്ത്, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണമല്ല പടച്ചവനെ, എന്തെങ്കിലും ആമാശയത്തിലേക്കൊന്ന് കടത്തിവിടാനില്ലാത്ത ദരിദ്രരായ സ്വഹാബത്ത്, ആ പാവപ്പെട്ടവരുടെ മുന്നിലിരുന്നിട്ട് റസൂലുള്ളാഹി പറയുന്ന, സ്വഹാബാ, നല്ല വചനം പറഞ്ഞോ, നല്ലത് സംസാരിച്ചോ, അത് സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാവപ്പെട്ടവരായ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത, ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാനൊരു പുതപ്പ് പോലുമില്ലാത്ത, അല്ലാഹുവേ, അസ്ഹാബ് സുഫ് എന്ന് പറയുന്ന പാവപ്പെട്ടവരായ സ്വഹാബത്ത് മസ്ജിദ് നബവിയുടെ വെളിയിൽ കാത്തിരിക്കുകയാണ്. ഇന്നും മുത്തുനബിയുടെ പള്ളിയായ മസ്ജിദ് നബവിയിൽ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മൂന്ന് പേര് കിടന്നുറങ്ങുന്ന റൗളാ ശരീഫിന്റെ ഒരൽപ്പം ഇങ്ങോട്ട് മാറുമ്പോൾ പടച്ചവനെ മുഅദ്ദിൻ കേറി നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു സ്ഥലം കാണാ. എവിടെയെന്നറിയുമോ? പടച്ചവരെ അതാ മിഹ്റാബിന്റെ നേരെ പുറകിലായി ഇങ്ങനെ മുകളിൽ ഒരു സ്ഥലം കാണാ. അവിടെ നിന്നിട്ടാണല്ലോ പടച്ചവനെ ബാങ്കൊക്കെ വിളിക്കുന്നത്. മഹത്തുക്കള് പറയുകയാ, അവിടെയാണ് അസ്ഹാബു സുഫ്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന പാവപ്പെട്ടവരായ, കിടക്കാ വീടില്ലാത്ത, കഴിക്കാ ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവരായ ദരിദ്രരായ ആ സ്വഹാബികൾ കിടന്ന സ്ഥലവാ. പടച്ചവൻ അവരവിടെയായിരുന്നു കിടന്നിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പാവപ്പെട്ടവരോടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, സ്വഹാബത്തേ, സദക്ക കൊടുക്കാൻ പണമില്ലേ, സദക്ക കൊടുക്കാ സ്വർണമില്ലേ, സദക്ക കൊടുത്താ ഭക്ഷണമില്ലേ, പേടിക്കണ്ട, നല്ല വാക്കു പറഞ്ഞോ, നല്ലത് സംസാരിച്ചോ, അത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പാപമോചനം അനിവാര്യമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പാപങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്തവരില്ല. ഈ വഅദ് പറയുന്ന ഞാനും ഇരിക്കുന്ന പ്രസിഡന്റും ഇരിക്കുന്ന ഓരോ മനുഷ്യരും, എന്റെ വഅദ് കേൾക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, സർവരും ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എങ്കിൽ റസൂലുള്ള പറയുകയാ, പാപമോചനം വേണോ, പാപമോചനം വേണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനിവാര്യമായ കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് സലാം പറയുക. പാപം പൊറുക്കാനുള്ള എളുപ്പവഴി മുത്തുനബി അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നീ പറയണം, മനുഷ്യ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം പറഞ്ഞോ, നിന്റെ പാപം അല്ലാഹു പൊറുക്കും. അതൊരു നല്ല സംസാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പാവം പൊറുക്കാനുള്ള വഴി പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞത്, അള്ളാഹു തന്ന നാവ് കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നടാ, നിന്റെ പാപമോചനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറയാറുണ്ടോ? പറയാറുണ്ടോ? ഉറക്കപ്പറ, പറയാറുണ്ടോ? ഒരു കള്ള ഇപ്പൊ തന്നെയായി. അള്ളാഹു പുറത്തെരുമാറാകട്ടെ. പറ, അല്ല ഇപ്പൊ തന്നെ പുറത്തെരുമാറാകട്ടെ. ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറ. ഇല്ലേ, സലാം പറയുവോ? പറയും. ആരോട്? നിന്റെ മുഹിബിനോട്, നിന്റെ ചങ്കിനോട്. നാട്ടുകാർ ആരോട് പറയാ? നമ്മള് സലാം പറയും. ആരോട്? നമുക്ക് ഇഷ്ടമുള്ളവരോട്. ഇഷ്ടമില്ലാത്തവനോട് പറയുന്ന എത്ര പേരുണ്ട്? ഓനാ സലാം. മുസ്ലിമീങ്ങളോട് മുഴുവനും സലാം പറയണമെന്നല്ലേ? എന്താ കാക്കാമാരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എല്ലാരോടും സലാം പറയണമെന്നല്ലേ? നമ്മൾ പറയൂ, നിനക്ക് മനസ്സിൽ വെറുപ്പുള്ളൊരു ചങ്ങാതി, നിന്നെ ദ്രോഹിച്ച ഒരുത്തം പോവാ, സലാം പറയോ? മുഖത്ത് നോക്കാതെ ആകാശത്ത് നോക്കി നടക്കാൻ വേണം. അള്ളാഹു പുറത്തിരുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, സലാം പറ, അത് സദക്കയാ, നിന്റെ പാപമോചനമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി എവിടെ നിന്ന് പറയാ, നല്ല വാക്കിന് നരകത്തിൽ നിന്ന്, നല്ല വാക്കൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ നരകത്തിൽ നിന്നുള്ള രക്ഷയായിട്ട് അത് വരും. ഒരു വാക്കുമതി, ഒരു വാക്കുകൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ് നല്ല സംസാരമെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പുറകെ ഹദീസ് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ന അദി ഇബ്നു ഖാതിം റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ذكر النار فعساها بوجهه فتعوذ منها ثم ذكر النار فعساها بوجهه فتعوذ منها
ثم قال اتقوا النار ولو بشق تمرة فمن لم يجد بكلمة طيبة. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അദീ ഇബ്നു ഹാതിം റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു കാരക്കയുടെ ചീട കൊടുത്തിട്ടാണെങ്കിലും, ഒരു കാരക്കയുടെ പകുതി കൊടുത്തിട്ടാണെങ്കിലും, ഒരു കാരക്കയുടെ പകുതി കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാരക്ക മുഴുവനും കൊടുക്കണമെന്നല്ല, നിന്റെ കയ്യിൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന നിന്റെ കയ്യില് ഒരു കാരക്ക കിട്ടി, ആ സമയത്ത് പടച്ചവനെ അതിന്റെ ഒരു പകുതി എടുത്തിട്ട് അതാ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് പടച്ചവന്റെ അദാബ് കൊണ്ട് നിറച്ച ഭയാനകമായ അല്ലാഹുവേ 3000 കൊല്ലം കത്തിച്ച ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് നീ ഒരു കാരക്കയുടെ അംശം കൊണ്ടെങ്കിലും രക്ഷപ്പെടണേ എന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ എന്നിട്ട് പറയുകയാണ്, വല്ലവനും അത് കണ്ടെത്തിയില്ലെങ്കില് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ആരോ ഒരു കാരക്ക കൊണ്ടുവന്നു കൊടുത്തു. മുഴുവൻ തിന്നാനല്ല പറഞ്ഞത്, ആ കാരക്കയുടെ പകുതി എടുത്തൊരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് കൊടുത്തിട്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇനി അത് നിന്റെ കയ്യിലില്ലേ, കാരക്കയുടെ പകുതി പോലും കൊടുക്കാൻ നിന്റെ കയ്യിലില്ലെങ്കിൽ ഒരു നല്ല വചനം പറഞ്ഞിട്ട് നീ നരകത്തിൽ നിന്ന് കേറിപ്പോ മനുഷ്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊടുക്കാനൊന്നുമില്ലെങ്കിലും ഒരു നല്ല വാക്ക്. വീടിന്റെ മുന്നിൽ വരുന്നവനെ ഓടിക്കുന്ന നമുക്കതെന്ത് പറയാൻ? വീടിന്റെ മുന്നിൽ വരുന്നവനെ ഓടിക്കുന്ന നമുക്കത് പറയാൻ പറ്റുമോ? ഒരു നല്ല വാക്കെങ്കിലും കൊണ്ട് ഒന്നുമില്ല, അൽഹംദുലില്ലാ. നിന്റെ മുന്നിൽ വരുന്നവനോട് പറയണം, കൊറോണയാണ്, കടയിൽ കച്ചവടം ഒന്നുമില്ല, അൽഹംദുലില്ലാ. ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു നിനക്ക് ബർക്കത്തിക്കട്ടെ, പടച്ചോ നിന്റെ പ്രയാസം മാറ്റട്ടെ എന്ന് പറഞ്ഞൊരു ദുആ ചെയ്ത് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു ഇവിടെ എത്ര സന്തോഷം. അവന് 10 രൂപ കൊടുക്കുന്നതിനേക്കാളും ചിലപ്പോ ആ ഒരു നല്ല വാക്ക് ആ മനുഷ്യന്റെ മനസ്സിൽ അത്രയും സന്തോഷപ്പെടുത്തിട്ടുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല വചനം പറഞ്ഞുകൊണ്ട് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്. മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ യളമന ലീ മാ ബൈന ലഹയൈഹി വമാ ബൈന റിജ്ലൈഹി അളമനു ലഹുൽ ജന്നാ. പ്രവാചകന് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 2 താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും അല്ലാഹുവേ മുത്തുനബി അവിടെന്ന് പറയുകയാ, ആർക്കാണ് സ്വർഗം വേണ്ടത്? ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കും നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ.
എത്ര മനോഹരമായ സ്വർഗമെന്നറിയുമോ? പടച്ചവനെ, 33 വയസ്സ്, രോഗമില്ല, പനിയില്ല, കൊറോണയില്ല, ഒരു രോഗവും അവിടെ ഇല്ലല്ലോ. മുടി നരച്ചവരില്ലല്ലോ, കറുത്തവരില്ലല്ലോ, വികലാംഗരില്ലല്ലോ, പ്രായമുള്ളവരില്ലല്ലോ. പടച്ചവനെ, എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറ. എല്ലാവർക്കും 33 വയസ്സാ. ഏസണിയില്ല, പരദൂഷണമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ആ പടച്ച റബ്ബിന്റെ സ്വർഗം വേണോ? ആ പടച്ച റബ്ബിന്റെ സ്വർഗം വേണോ? ഞാൻ തരാ സഹാബ, ഞാൻ വാങ്ങിത്തരാ സഹാബ. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? 2 കാര്യങ്ങള് നിങ്ങൾ സൂക്ഷിച്ച സ്വർഗം ഞാൻ വാങ്ങിത്തരാമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗം ഞാൻ വാങ്ങിത്തരും. ആർക്കാ വേണ്ടത്? 2 കാര്യങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 താടിയെല്ലുകൾക്കിടയിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ നാവിനെ നീ സൂക്ഷിച്ചാ മതി. ഈ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നിന്റെ നാവുണ്ടല്ലോ, ആ നാവിനെ നീ സൂക്ഷിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ 2 കാലുകൾക്കിടയിലുള്ള നിന്റെ ഗുഹ്യ ഭാഗത്തെ നീ സൂക്ഷിക്ക്. സ്വർഗം ഞാൻ വാങ്ങിത്തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് 2 സൂക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആരാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ ഗുഹ്യഭാഗത്തിനെയും നിന്റെ നാവിനെയും സൂക്ഷിക്ക്. ഗുഹ്യഭാഗം സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ ഈ ചങ്ങാതിയെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. വ്യഭിചരിക്കാതെ നടക്കാൻ പറഞ്ഞാൽ പറ്റൂലേ? പരമനുഷ്യന്മാരെ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റും, പക്ഷെ ഈ ചങ്ങാതി ഒന്ന് ചങ്ങലക്കിടാൻ പറ്റുമോ? ഓൻ സൈഫ് അകത്ത് കയറിയിരിക്കാം, പല്ലിനകത്ത് കയറിയിട്ട് സുഖമായിട്ടിരിക്കാം. അറവട്ടിരിക്കുമ്പോ പല്ലിനാ കുഴപ്പം. പറയാനുള്ളത് പറഞ്ഞിട്ട് പിടലിക്കൊന്ന് കിട്ടുമ്പോ ആർക്കാ കുഴപ്പം? നാവ് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഈ നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിത്തരും. അപ്പൊ ഇത് 2 പോയാലോ മുത്തി നബിയും കൈവിടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു سمعت رسول الله صلى الله عليه وسلم يقول إن العبد لا يتكلم بكلمة ما يتبينها فيها يزل بها في النار أبعد مما بين المشرق. വളരെ വ്യക്തമായി ബോധമില്ലാതെ സംസാരിക്കുന്നവർ, വിവരമില്ലാത്തവരെ പോലെ വഅദ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ പടന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ സംശയാസ്പദമായ ചില വാക്കുകൾ സംസാരിക്കും. ചില ആൾക്കാർ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ചുമ്മാ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഒരൊറ്റ അടി, ഒരു വെടിയും ആകാശത്തേക്ക് വെക്കണ പോലെ സംശയാസ്പദമായ ചില വാക്കുകൾ സംസാരിക്കും. അത് മുഖേനെ അയാൾ കിഴക്കു പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അകലത്തെക്കാൾ, ഇമാം ബുഖാരി തങ്ങൾ, മുസ്ലിം ഇമാം ബുഖാരി 2 കിതാബുകളിലും കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചിന്തിക്കാതെ ഊഹിക്കാതെ വായി തോന്നുന്നത് എവിടെ നിന്നെങ്കിലും വിളിച്ചു പറയുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കളിയല്ല, ഇതൊന്നും നിസ്സാരമല്ല, ഇതൊന്നും തമാശയല്ല. എന്തെങ്കിലും ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും നിന്ന് നീ ഒരു വാക്ക് പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കു പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അകലമുണ്ടല്ലോ, മസ്രിഖ് മുതൽ മഗ്രിബ് വരെ എത്ര ദൂരമാണ് അല്ലാഹു അഅലം. പടിഞ്ഞാറ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം പറയാൻ നമുക്കറിയില്ലല്ലോ, അത്രയും ദൂരമുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അതിനേക്കാൾ ദൂരമുള്ള ഗർത്തങ്ങളിലേക്ക്, നരകത്തിലെ തീകുണ്ടാരത്തിലേക്ക് നീ വീണു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെങ്കിലൊക്കെ നിന്നിട്ട് വായി തോന്നുന്ന പറയുന്ന ആൾക്കാരില്ലേ, ഒരു ബോധവും ഇല്ലാതെ എവിടെങ്കിലൊക്കെ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയും. ആ പറയുന്നതിലൂടെ ഓനെന്നെ ഉറപ്പില്ല,
എന്തെങ്കിലും പറയുമ്പോ ഏറ്റവും കുറഞ്ഞത് അവനെങ്കിലും ഉറപ്പ് വേണം ഞാൻ പറയുന്നതിൽ അത് കറക്റ്റാണെന്ന്. ഒരു ബോധം ഇല്ലാതെ എവിടെങ്കിലും നിന്ന് വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതിലൂടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരത്തിനേക്കാൾ വലിയ കുഴിയിലേക്ക്, നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് നീ വഴുതി പോകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. വല്ല ബോധമുണ്ടോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടേക്ക് നിന്ന് ഞാനും നിങ്ങളും ചുമ്മാതെ രസത്തിന് 4 പേര് കൂടുമ്പോ പ്രീതി കിട്ടാൻ വേണ്ടി പ്രസിഡന്റ് വലിയ ആളാ, വലിയ മഹാനാ, സെക്രട്ടറി വലിയ ആൾ, ചുമ്മാ പൊക്കല്, ഇതിലൊക്കെ ചുമ്മാ അടിച്ചുവിടെ ആള് ഇതൊക്കെ വേണ്ടേ? നിലനിൽപ്പിന് വേണ്ടി വായി തൂന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. നമ്മുടെ കുടുംബക്കാരാകട്ടെ. ബർക്കത്ത് വേണോ? വേണോ വേണ്ടേ? വിളിച്ചു പറയും. നമ്മുടെ കുടുംബക്കാരാകട്ടെ, അല്ലെങ്കിൽ കച്ചവടക്കാരാകട്ടെ, കൂട്ടുകാരാകട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. എന്റെ പൊന്നാര സഹോദരങ്ങൾ, ആ പറയുന്നതിലൂടെ ഒരിക്കലും കയറി വരാൻ പറ്റാത്ത ഒരു കുഴിയിലേക്ക്, അതും തീകുണ്ടാരത്തിൽ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു മുന്നാലോചനയുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ ഇങ്ങനെയുള്ള വർത്തമാനം പറയുക. ഒരാൾ പറഞ്ഞാൽ ചക്രവാളത്തിനേക്കാൾ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവൻ പതിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കുഴികളിലേക്ക്, ഒരിക്കലും കയറി വരാൻ പറ്റാത്ത ചില കുഴികളുണ്ട്. അതിനകത്ത് പോയി പെട്ടതാ. ചില കുഴികൾ നമ്മളതിനെ പറയാറുണ്ടല്ലോ, ഓം പെട്ടിരിക്കണ കുരുക്ക് വല്ലാത്ത കുരുക്ക്, ഖിയാമത്ത് വരെ അതിൽ നിന്ന് കയറി വരില്ല. ഇതുപോലെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ പോയി വീണാൽ നമ്മൾ എങ്ങനെ കയറി വരും? എന്തേ? കള്ളു കുടിച്ചതിന്റെ പേരിലോ, വ്യഭിചരിച്ചതിന്റെ പേരിലോ, പലിശ തിന്നതിന്റെ പേരിലോ, ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല, അള്ളാഹു തന്ന ഈ നാവ് കൊണ്ട് മോശമായൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. സലാത്ത് പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പറഞ്ഞു പോകുന്ന ഒരു വാക്കിന്റെ പേരിൽ നരകത്തിന്റെ ഭയാനകമായ കുണ്ടുകളിലേക്ക് ഒരു മനുഷ്യന് വീണു പോകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, ഖാലൽ ഇമാമുൽ ഫഖീഹ് മഹാനായ ശൈഖ് ഉസൈമീൻ റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി പറയുകയാണ്, നാവിനെ പിടിച്ചു വെക്കാൻ ഒരു മനുഷ്യൻ നിർബന്ധമാണ്. അവനവന്റെ നാവുകളെ പിടിച്ചു വെക്കൽ ഒരു മനുഷ്യന്റെ ബാധ്യതയാ. എന്റെ നാവിനെ സൂക്ഷിക്കേണ്ടത് എന്റെ പണിയാണ്, നാട്ടുകാരുടെ പണിയല്ല. എന്റെ നാവിനെ പിടിച്ചു വെക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അല്ലാഹുവേ, അതിന്റെ പേരില് ആ നാവിൽ നിന്ന് വീഴ്ചകൾ വന്നു പോകുന്നതിന് നീ വല്ലാതെ ഭയക്കണം. അങ്ങനെ വീണു പോകൽ അതൊരു ഭയാനകമായ തെറ്റാണെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായി കാണേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ച ഹദീസുകൾ കഴിഞ്ഞ ക്ലാസുകളിൽ കേട്ടവരാണ്. സ്വർഗത്തിന്റെ മുന്നിൽ നിന്ന് നരകത്തിലേക്ക് ഒരൊറ്റ വാക്കു പറഞ്ഞതിന്റെ പേരിൽ സ്വർഗത്തിന്റെ അവകാശി നരകത്തില്, നരകത്തിന്റെ അവകാശി സ്വർഗത്തില് കടന്നുപോയ ഹദീസുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ മുന്നിൽ നിന്ന് നരകത്തിലേക്ക് പോയ മനുഷ്യൻ ഒറ്റ വാക്ക്, ഊഹിക്കാതെ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗവാസി നരകവാസിയായി നരകത്തിലേക്ക് വീഴാനിരുന്ന മനുഷ്യന് ഓർക്കാതെ പറഞ്ഞുപോയ ഒറ്റ വാക്കിന്റെ പേരില് അവന് സ്വർഗത്തിന്റെ അവകാശിയായെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അതാ ഖാലൽ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹ് അവിടെ പറയുന്നു, ഇന്നൽ അബ്ദ ലയതി യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലിൽ ജിബാൽ
ഫയജീദു ലിസാനഹു ഖദ് ഹസ്സമ ഖദ് ഖദാ. അല്ലാഹുവിന്റെ റസൂൽ ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറയുകയാണ്, ഒരടിമ ഖിയാമത്ത് നാളിൽ വരികയാണ് പ്രതിഫലവുമായി. സാധാരണ പ്രതിഫലമല്ല, പർവ്വതത്തോളം വലിപ്പമുള്ള പ്രതിഫലമായി, മലകളോളം ഉയർച്ചയുള്ള പ്രതിഫലവുമായി, നന്മകളുമായി നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു മനുഷ്യന് കടന്നു വരും. അപ്പോൾ അവന്റെ നാവ് നന്മകൾ മുഴുവനും പൊളിച്ചു കളയുന്നതായവന് കാണുമെന്ന് പഠിപ്പിക്കുകയാ. വലിയ പർവ്വതങ്ങളോളമുള്ള അമലുകളുമായി നന്മകളുമായി നാളെ ചിലര് പരലോകത്ത് വരും. അവന്റെ നാവ് അത് മുഴുവനും നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന الصدق يهدي الى البر وان البر يهدي الى الجنه وان الرجل ليصدق حتى يكون الصدق وان الكذب يهدي الى الفجور وان الفجور يهدي الى النار وان الرجل ليكذب حتى يكتب عند الله كذاب. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വ്യക്തമായി കേൾക്കണം ഞാനും നിങ്ങളും. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, സത്യം പറയിൽ നന്മയിലേക്കും സ്വർഗത്തിലേക്കും നയിക്കും. സത്യം പറയൽ നന്മയിലേക്കും സ്വർഗത്തിലേക്കും നയിക്കും. എന്നാൽ ഒരു മനുഷ്യൻ സത്യം പറയുന്ന ശീലം വളർത്തുന്ന പക്ഷം അല്ലാഹുവിൽ അവൻ തികഞ്ഞ സത്യസന്ധനായി രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സത്യം പറയുന്നതിലൂടെ നന്മകൾ അധികരിക്കും. ഇല്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കാതൊരു നന്മ പറ, സത്യം പറ. സത്യം പറയുന്നതിലൂടെ നന്മ, ഉറക്കപ്പറ, നന്മ അധികരിക്കും. നന്മ അധികരിച്ച് അവിടെ പോവും. നന്മ അധികരിച്ച് അവിടെ പോവും, ഉള്ളി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്മയല്ലേ, ഇവിടെ അകത്ത് പോയി കിടക്കേണ്ടി വരും. ഇവിടത്തെ കാര്യമല്ല ഞാൻ പറയാം, ഞാൻ മുകളിലത്തെ കാര്യമാണ്. ഇത് അവിടെ താഴെ പോയതിനു ശേഷമുള്ള കാര്യം പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറയൽ മനുഷ്യന് അവന് ആ നല്ലൊരു സ്വഭാവം അത് വളർത്തിയെടുക്കണമെന്നാണ്. അപ്പൊ സത്യം പറയുന്നതിലൂടെ നന്മകൾ അധികരിക്കും. നന്മകൾ അധികരിച്ചാൽ സ്വർഗത്തിന്റെ അവകാശിയായി മാറും. അതുമാത്രവുമല്ല, അള്ളാഹുവിന്റെ മുന്നിൽ അവൻ സത്യസന്ധനാണെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടേക്ക് പണ്ടൊരാള് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനെ ഗൾഫിലേക്ക് വിടുകയാണ്. അപ്പൊ കടയിലൊക്കെ നിൽക്കുന്നതിന് വേണ്ടി അപ്പൊ പറഞ്ഞു, നല്ല പയ്യനാ, നല്ല സൗന്ദര്യമുണ്ട്, നിസ്കാരമുണ്ട്, കാണാൻ സുന്ദരനും നല്ല ആരോഗ്യവും ജോലിയിൽ ഉത്തരവാദിത്തമൊക്കെ ഉള്ളവനാ. പക്ഷെ ക്യാഷറായിട്ട് മാത്രം ഇരുത്തണ്ട. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പറഞ്ഞതിനർത്ഥം? ചിരിക്കാതെ പറ മനുഷ്യ, എന്തേ പറഞ്ഞത്? പയ്യന് വേറെ ഒരു കുഴപ്പമില്ല. പറയത്തില്ലേ, കല്യാണത്തിന് ആയോജനം ഓന് കുഴപ്പമൊന്നുമില്ല. 60 വല്ലപ്പോഴും സന്തോഷം കൂടുമ്പോൾ ഇത്തിരി ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വലിക്കും, അത്രേ ഉള്ളൂ. കഞ്ചാവ് വലിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ പോലെ നല്ല ശീലങ്ങൾ ഉണ്ടാകുമ്പോ സത്യസന്ധത വരും. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നെ എഴുതി വെക്കും, സത്യസന്ധൻ എന്ന് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളം പറയുന്നതിലൂടെയോ, കള്ളം പറയുന്ന ശീലമാണ് നിനക്കുള്ളതെങ്കിൽ പടച്ചവനെ, തിന്മകൾ അധികരിക്കുകയാണ്, മോശമായ കാര്യങ്ങൾ നിന്നിലേക്ക് കടന്നു വരികയാണ്. അവസാനം നീ നരകത്തിലേക്ക് പോവുകയാണ്. അത് നിന്നെ നരകത്തിലേക്ക് നയിക്കുകയാണ്. ഒരു മനുഷ്യന് കള്ളം പറയാൻ തുടങ്ങിയാൽ അവന്റെ ഏറ്റവും അധികം കള്ളം പറയുന്നവനായി അവന്റെ പേര് അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വ്യക്തമായി കേൾക്കണം, ഒരു വ്യത്യാസമുണ്ട്. ഒരാള് സത്യം പറഞ്ഞാൽ നന്മകൾ അധികരിക്കും. നന്മകൾ അധികരിച്ചാൽ സ്വർഗത്തിന്റെ അവകാശിയാകും. അള്ളാഹുവിന്റെ മുന്നിൽ സത്യസന്ധനെന്ന് സൽപ്പേര് രേഖപ്പെടുത്തും. ഇനി കള്ളം പറയൽ അധികരിക്കുമ്പോഴോ തിന്മകൾ അധികരിക്കും, നരകത്തിന്റെ അവകാശിയാകും. അതുമാത്രമല്ല, ഏറ്റവും അധികം കള്ളം പറയുന്നവൻ എന്നുള്ള പേര് നിനക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിട്ടും. അത് വ്യക്തമായി കേൾക്കണം. ഏറ്റവും വലിയ പെരുങ്കള്ളൻ ണ്ടല്ലോ, പെരുങ്കള്ളന്മാര്, ഏറ്റവും വലിയ കള്ളൻ എന്നുള്ള
പേര് അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് അവന്റെ സംസാരത്തിന് വലിയ പങ്കുണ്ട്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അവന്റെ ഓരോ എന്റെ നാവിന് വല്ലാത്ത എന്റെ നാവ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ നാവ് വിചാരിച്ച എന്നെ നരകത്തിൽ കൊണ്ടുപോകും, ഈ നാവ് വിചാരിച്ച എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് വലിയ പങ്ക് അവിടുന്ന് വഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നാവ് നന്നായാൽ അവന്റെ മറ്റവയവങ്ങളെല്ലാം നേരെയാകും. ഇത് നന്നായി കഴിഞ്ഞാൽ അവന്റെ മറ്റവയവങ്ങൾ മുഴുവനും നന്നാകും. നാവ് മോശമായാൽ അവന്റെ മറ്റവയവങ്ങൾ മുഴുവനും മോശമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന് പ്രഭാതത്തിലായാൽ അവന്റെ അവയവങ്ങൾ നാവിനോട് വിനയപുരസ്സരം പറയുകയാ. ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ നാളെ രാവിലെ മുസമ്മിൽ ഉസ്താദ് പായിപ്പാട് പള്ളിയുടെ മിനാരത്തിൽ ഈ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വിളിക്കുകയാ, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇവിടുന്ന് ബാങ്ക് വിളി കേട്ട് നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോ, അല്ലാഹുവേ, എന്റെ കൈയുണ്ടല്ലോ, എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ ചെവിയുണ്ടല്ലോ, എന്റെ കാലുണ്ടല്ലോ, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവേ വിനയത്തോടുകൂടി നാവിനോട് പറയുകയാ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ സർവ്വ അവയവങ്ങളും അഹങ്കാരത്തോടു കൂടിയല്ല, വിനയത്തോടുകൂടി താഴ്മയോടുകൂടി പറയുകയാ. ഞങ്ങളുടെ വിഷയത്തിൽ അവിടുന്ന് പറയുകയാണ്, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കൈ പറയുന്നു, നാവേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നേരെ ചൊവ്വായാൽ ഞങ്ങളും നേരെയായി, നീ നേരെയായ ഞങ്ങളും നേരെയായി. പടച്ചവനെ, അവയവങ്ങൾ പറയുകയാണ്, നീ വളഞ്ഞ ഞങ്ങളും വളഞ്ഞു പോകും. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നാട്ടുകാരല്ല, മാതാപിതാക്കളല്ല, കൂടപ്പിറപ്പുകളല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല, പള്ളിയിലെ ഇമാമല്ല, ശരീരത്തിന്റെ അവയവങ്ങൾ നാവിനോട് വിനയത്തോട് പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. കൈയും കാലും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നാവിനോട് പറയും, ദയവ് ചെയ്തിട്ട് നീ ഞങ്ങളെ പെടുത്തരുത്, നീ അള്ളാഹിനെ പേടിക്ക് എന്ന് നാവിനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മോശമായി സംസാരിക്കുന്നതിനെ അള്ളാഹും അവന്റെ റസൂലും വളരെ വല്ലാത്ത രീതിയിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ നാവ് കൊണ്ട് വൃത്തികേടുകൾ മാത്രം പറയുന്നവർ, വളരെ മോശമായ കാര്യങ്ങൾ മാത്രം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് പറയുന്നവരോട് അള്ളാഹും അവന്റെ പ്രവാചകനും വലിയ താക്കീതുകൾ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യാത്ര ചെയ്യവേ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം കാര്യങ്ങളെയും പുണ്യപ്രവൃത്തികളെയും പറഞ്ഞു കൊടുത്തു. ഇവിടുത്തെ പറയാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായിട്ട് അവിടുന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. അവിടെ ഏറ്റവും അവസാനം പറഞ്ഞു, ഖാല അലാ ഉഖ്ബിറുക്കും ബിമലായികി ദാലിക കുല്ലിഹി ഖുൽതു ബലാ യാ റസൂലല്ലാഹ് ഫഅഖദ ബിലിസാനിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് പ്രവാചകൻ ഉപദേശിച്ചിട്ട് അതിന്റെ അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ അമലുകളൊക്കെ പാഴാക്കാതെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറഞ്ഞു തന്നാലും
ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് പിടിച്ചു നിർത്തുക, ഇത് പിടിച്ചു നിർത്തുക. നിന്റെ അമലുകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നിന്റെ നന്മകളെ തിന്നു തീർക്കുന്ന, നിന്റെ നന്മകളെ കരിച്ചു കളയുന്ന ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവിങ്ങനെ പിടിച്ചു കാണിച്ചു. നാവ് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, നമ്മൾ സംസാരിക്കുന്നതും ഞങ്ങൾ പിടിക്കപ്പെടുമോ? അവിടെ നാവ് പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കപ്പെടുമോ? ഞങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് പിടിക്കപ്പെടുമോ? മുആദേ, ജനങ്ങളുടെ അവരുടെ മുഖങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മൂക്കുകളിൽ നരകത്തിലേക്ക് വീഴ്ത്തുന്നത് അവരുടെ നാവുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് വലിയ ഒരു ഉപദേശം കൊടുത്തിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ നന്മകൾ മുഴുവനും കരിച്ചു കളയുന്ന, നിന്റെ നന്മകൾ മുഴുവനും തകർത്ത് കളയുന്ന ഒരു നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാ. അവിടെ നിന്ന് പറഞ്ഞു തരാൻ പറയുമ്പോ നാവിൽ പിടിച്ചിട്ട് മുത്തുനബി പറഞ്ഞു, ഇതിനെ സൂക്ഷിച്ചു കൊള്ളണേ. സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, സംസാരിച്ചു പോകുന്നതിന്റെ പേരിൽ നാളെ പിടിക്കപ്പെടുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഉറപ്പായിട്ടും പിടിക്കപ്പെടും, ഉറപ്പായിട്ടും പിടിക്കപ്പെടും. എന്നിട്ട് മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുഖം കുത്തിയവരായ രീതിയിൽ അല്ലെങ്കിൽ മൂക്ക് കുത്തിയവരായ രീതിയിൽ അവരും നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരവരുടെ നാവുകൾ അവരെ നരകത്തിലെത്തിക്കുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, നാവിന്റെ പ്രവൃത്തി കൊണ്ട് ഒരാള് നാശത്തിൽ അകപ്പെടുമെന്ന് ഇതിനേക്കാളും വലിയ ഒരു ഹദീസ് നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇതിനേക്കാളും മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നാക്കിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാ, നാവിന് ചില ദുശീലങ്ങളുണ്ട്, അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, പരദൂഷണം പറയല് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുഷ്കർമ്മമാ പരദൂഷണം പറയുന്നത്. ഈ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു തെറ്റാ, നിസാരമായി കാണല്ലേ. ദുർഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു ദുർഗുണമാണ് പരദൂഷണം പറയല്. തന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് പരദൂഷണമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നാവിന്റെ ദുഷ്കർമ്മങ്ങൾ അതാ പാപങ്ങളാണ്. പരദൂഷണം പറയുന്നത് പാപമാണ്, അത് നിസാര ഒരു പാപമല്ല. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, പരദൂഷണമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അറിയില്ലെന്ന് പറയുന്ന പെങ്ങള്, എന്റെ വാഴ് കേൾക്കുന്ന സഹോദരാ, പരദൂഷണമെന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് പരദൂഷണമെന്ന് പറയുന്നത്. ഇസ്ലാമേറെ വെറുക്കുന്ന ഒരു കാര്യമാ. അല്ലാഹുവിന്റെ റസൂൽ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ ഗീബ ഖാലൂ യാ റസൂലല്ലാഹ് അല്ലാഹു വറസൂലുഹു അലം കാന ദിക്റുക അഖാക ബിമാ യക്റഹു أفرأيت إن كان في أخي ما أقول قال إن كان فيه ما تقول فقد اغتبته وإن لم يكن فيه فقد بهتا. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, പരദൂഷണം കൊണ്ടുള്ള വിവക്ഷ എന്താണ് നബിയെ? എന്താണ് ഈ പരദൂഷണം? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക, എന്താ ഈ പരദൂഷണം? എന്താ അപ്പൊ പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് പരദൂഷണം. അള്ളാഹു കാക്കുമാറാകട്ടെ. നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയും. എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ ആരും പറയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാനും പറയണ്ട. അത് പാടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ പറയാൻ പാടും? നമുക്ക് പറയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയല്ലേ? അപ്പൊ ഒരാള് ചോദിച്ചു, വലിയ ചോദ്യം ചോദിക്കണേ, ഞാൻ ഉള്ള നാളില് പറയുന്നത് ചോദ്യമല്ലേ? പിന്നെ ആചരണം ചെയ്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞാ നിങ്ങളോട് പറയും പരദൂഷണം. അപ്പൊ ഞാൻ ചോദിക്കത്തില്ല, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ? ചോദ്യമല്ലേ? ഇമാമ ചെയ്തിട്ടില്ലേ പറഞ്ഞേ? ധനാസരണ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ചോദിക്കപ്പെട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ, നബി അവൻ ചെയ്തതല്ലേ ഞാൻ പറഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു, ഉള്ളതാണെങ്കിലും നീ പരദൂഷണം പറഞ്ഞു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓൻ ഇഷ്ടമില്ലാത്തല്ലേ നീ പറഞ്ഞ്? ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയാൻ പാടുണ്ടോ? ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക്, എന്റെ റബ്ബ്, മിസിലു സവാബ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ആ നന്മ ഞാൻ പഠിപ്പിച്ചു തന്നപ്പോ നിങ്ങൾ ചെയ്യാ. അല്ലെങ്കിൽ എന്റെ ഈ വഴുത്, ഈ പ്രസംഗമൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതാരെങ്കിലും ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം അതിനകത്ത് കടന്നു. ഞാൻ കബറിൽ കിടക്കുന്ന സമയത്ത് ഒരാളെടുത്ത് വഴുത് കിട്ട്, സിറാജ് ആരാടാ ഇത്? പഠിച്ചാനെങ്കിലും ചങ്ങാതി കണ്ടിട്ടേ ഇല്ലല്ലോ. ഒരു നന്മ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ചെയ്തു, എന്റെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി